ചോദ്യങ്ങളിലേക്ക് പോകാം. ആരോടാണ് ചോദ്യം? ഹലോ. ആദ്യം അവിടെ. ബഹുമാനപ്പെട്ട അശോകൻ വക്കീൽ എൻ്റെ നെയ്ബറാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ നമ്മളിപ്പോൾ അന്താരാഷ്ട്ര ലെവലിലോട്ടും നാഷണൽ ലെവലിലോട്ടും നമ്മൾ പോകണ്ട. നമ്മളിപ്പോൾ നിയോജകമണ്ഡലം തലത്തിലല്ലേ നമ്മളിപ്പോൾ ഒരു ചർച്ച. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ഫൈൻ. എനിവേ, പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ 66 ഹൈവേയും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് എടുത്തിടണം. പക്ഷേ ഞാനിവിടെ നിലമ്പൂർ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ഇപ്പോഴത്തെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പുള്ളി ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഇവിടെ മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് നിന്ന സമയത്ത് പുള്ളി കൊണ്ടുവന്ന വികസന പ്രവർത്തനക്കുള്ള ഒരു നാട്ടുകാരനായിട്ടുള്ള എനിക്ക് എണ്ണി എടുത്ത് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഫയർ സ്റ്റേഷൻ. ഞാൻ മുഴുമിക്കട്ടെ, വെമ്പുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഫയർ സ്റ്റേഷൻ, പിന്നെ അതുപോലെ ഈ നമ്മുടെ ഹൈവേ അല്ല, ഈ NH ഊട്ടി ബൈപ്പാസ്, ഇത് റോഡ് സ്റ്റേറ്റ് ഹൈവേ, ഇതിൻ്റെ ഗാർഡനിങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ. പിന്നെ അതേപോലെ എടുത്തു പറയാൻ പറ്റുന്നതിൻ്റെ വാട്ടർ അതോറിറ്റീൻ്റെ ടാങ്ക് അരുവാക്കോട് കുന്നേൽ കൊണ്ടുവന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കൊരു MLA സ്ഥാനം കൊടുത്ത് പുള്ളി MLA ആയിക്കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ പുള്ളിയുടെ ബുദ്ധിക്കനുസരിച്ച് പുള്ളി ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം. ഇതല്ല, അങ്ങനെ കഴിവുള്ള ആളെ തെരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ BJP സ്ഥാനാർത്ഥിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, BJP നിർത്തേണ്ടതില്ല, സ്ഥാനാർത്ഥി നിർത്തേണ്ടതില്ല എന്നാണോ? അല്ല, ഇനി ഞാൻ അതിലോട്ട് വരാം. എന്താ വെച്ച് കഴിഞ്ഞാലോ, CPM തന്നെ ഇവിടെ ചാലിയാർപ്പള്ളിയിൽ വലവീഴ്ച നിൽക്കുക ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമെന്നുള്ളത്. ഊത്തകൾ കയറി വരുന്ന സമയമാണ് അത്. മിക്കവാറും 2 ദിവസം ഈ പെരുമഴയത്ത് കയറി വരും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്നാ എന്റെ ചോദ്യം. ഒന്നിച്ച് ഒരു വലയിൽ 2 മീനിനെ കൂടെ സ്രാവ് എന്തായാലും കിട്ടുകയില്ല, കള്ളസ്രാവിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയില്ല. മറുപടി പറഞ്ഞു. നല്ല കാൻഡിഡേറ്റ് അല്ലേ? പ്രാദേശികമായ വികസനത്തെ കുറിച്ചാണെങ്കിൽ അത് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. നിലമ്പൂരിന്റെ കവാടത്തിൽ നിന്ന് ഒരു 50 മീറ്റർ വരുമ്പോൾ കാണുന്നത് 10-30 വർഷമായി പൂട്ടിക്കിടക്കുന്ന വുഡ് കോംപ്ലക്സ് ആണ്. അത് നിലമ്പൂരിലെ വികസന മരവിപ്പിന്റെ സ്മാരകമാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ സംരംഭമാണ്. അത് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. 30 വർഷമായി നിങ്ങൾ ബൈപ്പാസിന്റെ പദ്ധതിയുമായിട്ട് ജനങ്ങൾക്ക് മുൻപിൽ വരുന്നു. അത് ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല. ഇത് കേരളത്തിന്റെ എല്ലാ സാഹചര്യത്തിലും. ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എന്താ വെച്ചാൽ, ആലപ്പുഴയിലും കൊല്ലത്തും ബൈപ്പാസ് 30 വർഷം കഴിഞ്ഞതിന് ശേഷം മോദി ഗവൺമെന്റ് വന്ന് തുറന്നു കൊടുത്തു. വേണമെങ്കിൽ ഈ പറയുന്ന ബൈപ്പാസിന് 30 വർഷമായിരിക്കുന്നു. അത് നാഷണൽ ഹൈവേ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയുന്നത്, ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഈ ജില്ലാ പഞ്ചായത്തിലൂടെ പ്രധാനമന്ത്രി സടക്ക് യോജനയിലൂടെ ഉണ്ടാക്കിയ റോഡുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്ത് സംരംഭമാണ് നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന് പിതാവും നിലമ്പൂരിന് സംഭാവന ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കാം. അത് പറയാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയില്ല. പിന്നെ നാഷണൽ ഹൈവേയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ 1,13,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ രാജ്യത്തിൻ്റെ ഹൈവേ മാൻ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അതിൽ 600 മീറ്ററിന് എന്തോ സംഭവം പൊടിഞ്ഞുപോയി കേരളത്തിൽ. അത് ഞങ്ങൾ പരിഹരിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. അത് 130% കൂടുതലാണ് രാജ്യത്ത് 2004 മുതൽ 2014 വരെ ഉണ്ടാക്കിയ സംരംഭം. അതിൽ റീൽ എടുത്തിട്ടവരൊക്കെ അതിന് തിരിച്ചേൽപ്പിച്ചു പോയി എന്നുള്ളതാണ്. അവിടെ ദേശീയപാതയുടെ തകർച്ച ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും. ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന സ്ഥാപനങ്ങളുണ്ട് എന്ന ചോദ്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു, പിന്നെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ, അതിന് എത്രയാണ് മാർക്ക്? ഇങ്ങനെ നിരവധി വിഷയങ്ങളിലെ മാർക്ക്. അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവർ പറഞ്ഞ അദ്ദേഹം സൂചിപ്പിച്ചെടുത്ത ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ ചെയർമാൻ ആയിരുന്നതിന് ശേഷം ചെയർമാനും ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമല്ല എന്ന് പറയുന്ന BJPയുടെ പ്രതിനിധിക്ക് സമയം കൊടുത്തിട്ട് ഈ ചർച്ചയുടെ ഗൗരവം നിങ്ങൾ കുറയ്ക്കരുത്. എല്ലാവരോടും പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, എല്ലാവർക്കും 3 അതിഥികളോടും ചോദ്യം ചോദിക്കാനുള്ള സൗകര്യമല്ല. ഇവിടെ കൃത്യമായി ഞങ്ങൾ പറയാം. അശോക് കുമാർ തുടക്കത്തിൽ പറഞ്ഞു ഇവരെ ഈ നാട് അകറ്റി നിർത്തുക. അതിന്റെ കാരണം എന്താ? ഇവിടെ തുടക്കത്തിൽ ഹമാസ് അടക്കം ഈ നാട്ടിലെ
മനുഷ്യരുടെ ഇടയിലേക്ക് അപരവിദ്വേഷം പകർത്തുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം മാത്രം പറയുന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിക്ക് ഇത്ര സമയം കൊടുക്കുക. തിരഞ്ഞെടുപ്പിലേക്ക് ഇവിടുത്തെ വികസന വിഷയങ്ങളിലേക്ക് വരാം. അങ്ങയുടെ പോയിന്റ് എന്തിന് ഇത്ര സമയം കൊടുക്കുന്നു? സംശയങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് മറുപടി, അതൊക്കെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. എല്ലാവർക്കും സമയമുണ്ട്.